ഗൈസ്, എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഈ ചെങ്ങായി ഉണ്ടല്ലോ, അവൻ പറഞ്ഞു നമുക്ക് എന്നാ തൃശ്ശൂർ സൂവും കൂടെ ഒന്ന് കണ്ടാലോ എന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് കയറി. വന്നപ്പം തന്നെ മൂത്രമൊഴിക്കാൻ പോയിക്കുന്നത്. 140 വർഷം പഴക്കമുള്ള തൃശ്ശൂർ ജംബൂക്കാലുള്ള ഈ സൂ തൃശ്ശൂരിൽ തന്നെ പുത്തൂരിലേക്ക് മാറ്റാൻ പോവാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ് ഇനി തൃശ്ശൂർ പുത്തൂർ വരാൻ പോകുന്നത്. 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിലൊരു കൺഫർമേഷൻ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഒരാൾക്ക് 20 രൂപ മാത്രമേ ടിക്കറ്റ് റേറ്റ് വരുന്നുള്ളൂ. ഈ കാണുന്ന രണ്ട് ഇപ്പോട്ടാംസം കപ്പിളാണെന്നാണ് തോന്നുന്നത്. നേരത്തെ ഒരു തന്നെ കണ്ടില്ലേ, സിഗ്മ. അതിൻ്റെ ഇടയ്ക്ക് ഈ ചെങ്ങ കുട്ടീനെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കണ്ടത് ബോസിന് അത്ര ഇഷ്ടമായില്ല തോന്നുന്നു. കണ്ടില്ല ഓൻ്റെ ഒരു നോട്ടം. എന്നാ പിന്നെ മൂപ്പരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ച് അടുത്ത സൈഡിലേക്ക് പോയി. സത്യം പറഞ്ഞ സൂല് കയറിയപ്പോൾ തൊട്ട് കാണാൻ നോക്കിയത് ഈ മുതലിനെ. ആശാനാണെങ്കിലും മണിച്ചിത്രത്താഴില് മോഹൻലാൽ കാരണവർ ശങ്കരൻ തമ്പിന്റെ ചെരുപ്പും കോലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പോലെ ഉണ്ട് നടക്കണത്. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടാവും. ആശാൻ മാത്രമല്ല, ആശാനെ പോലെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വേറൊരു കടുവയും കൂടി ഉണ്ട് അവിടെ. കടുവ മാത്രമല്ല കേട്ടോ, നമ്മുടെ സിംഹരാജാവ് ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടിനകത്ത് വെളിച്ചില്ലാത്തതുകൊണ്ട് ക്യാമറയിൽ കിട്ടിയില്ല. അങ്ങനെ പുള്ളിപ്പുലി സാറിനെയും കണ്ട് മുന്നോട്ട് പോയപ്പോണ്ട് ബോസ് ചെങ്ങായി എന്റെ മണ്ടയ്ക്ക് ഒരു അട്ടത്തേക്ക് നോക്കിയിരിക്കുന്നു. പിന്നെ കണ്ടതാണ് ഈ ഒരു പക്ഷി. ഇതിന്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും തലയിലൊരു കിരീടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഒരു കൊക്ക് ഇവിടെ ഒറ്റക്കാലിൽ തപസിരിക്കുന്ന. ഞാൻ ആശാന്റെ തപസ് മുടക്കിന്നാ തോന്നുന്നത്. അങ്ങനെ മയിലിനെയും കണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു ഹോളിലേക്ക് കയറി. ഹോളിലാണെങ്കിൽ മൊത്തം പാമ്പും. പാമ്പിനെ കണ്ടിറങ്ങിയപ്പോൾ ബോസ് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം എന്താ, ഓന് പാമ്പിനൊന്നും ഇഷ്ടമല്ല പോലെ, അതുകൊണ്ട് ഓ നേരത്തെ അങ്ങ് പോന്നു.